പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റിൽ പ്രവാസികളുടെ മെഡിക്കൽ പരിശോധന കർശനമാക്കി. രാജ്യത്തെത്തുന്നതിന് മുൻപും എത്തിക്കഴിഞ്ഞും കർശന പരിശോധന നടത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലെത്തുന്ന പ്രവാസികളുടെ ആരോഗ്യ സുരക്ഷാ പരിശോധന കർശനമാക്കുന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ ഹെൽത്ത് കൗൺസിൽ അംഗീകരിച്ച പരിഷ്കരിച്ച വാഫഡ് പ്രോഗ്രാം നടപ്പിലാക്കിക്കൊണ്ടുള്ള മന്ത്രിതല ഉത്തരവ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി പുറപ്പെടുവിച്ചു. പ്രവാസികളുടെ മെഡിക്കൽ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കൃത്യത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ ചട്ടങ്ങൾ. വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഇലക്ട്രോണിക് ഏകോപനം ശക്തമാക്കാൻ വ്യവസ്ഥയുണ്ട്. ഇതിലൂടെ മെഡിക്കൽ സ്ക്രീനിംഗ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും പിഴവുകൾ ഇല്ലാതെ പൂർത്തിയാക്കാനും സാധിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങളിലെ അംഗീകൃത മെഡിക്കൽ സെന്ററുകളുടെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കുന്നതിനും അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളെ കർശനമായി വിലക്കാനും പുതിയ ഉത്തരവ് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് സേവനങ്ങളുടെ സുതാര്യതയും നിലവാരവും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ക്ലിനിക്കൽ പരിശോധനകൾ, ലബോറട്ടറി പരിശോധനകൾ, റേഡിയോളജി പരിശോധനകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പുതിയ നിയമപ്രകാരം പരിഷ്കരിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള മെഡിക്കൽ സെന്ററുകൾക്ക് അംഗീകാരം നൽകുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഇനി മുതൽ കർശനമായ മാനദണ്ഡങ്ങളായിരിക്കും ഉണ്ടാകുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE-യിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കായി വായ്പാ തിരിച്ചടവുകൾക്ക് സാവകാശവും പലിശ ഇളവുകളും നൽകുന്ന പുതിയ പാക്കേജ് UAE സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചു. 6.2 ബില്യൺ ദിർഹത്തിൻ്റെതാണ് ഈ പ്രത്യേക പാക്കേജ്. ജനങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് UAE സെൻട്രൽ ബാങ്ക് വൻ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഏകദേശം 65,000-ത്തിലധികം ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇതിന്റെ നേരിട്ടുള്ള ഗുണം ലഭിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വായ്പാ തിരിച്ചടവുകൾ മാറ്റിവെക്കുന്നത് മുതൽ പലിശ ഇളവുകൾ വരെ നൽകുന്ന പുതിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. UAE സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച 6.2 ബില്യൺ ദിർഹത്തിന്റെ ഈ പ്രത്യേക പാക്കേജ് പ്രവാസികൾക്ക് ഗുണകരമാകും. വ്യക്തികൾ, ചെറുകിട സംരംഭങ്ങൾ, വലിയ കോർപ്പറേറ്റുകൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കും ഇതിന്റെ ഗുണം ലഭിക്കും. ഗതാഗതം, ടൂറിസം, വിനോദം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്കുമാണ് കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത്. 6 മാസം വരെ ലോൺ തിരിച്ചടവ് മാറ്റിവെക്കാനും അതുപോലെ പലിശയും മറ്റ് ബാങ്ക് ഫീസുകളും താൽക്കാലികമായി നിർത്തിവെക്കാനും ഈ പദ്ധതിയിലൂടെ ഇനി പ്രവാസികൾക്ക് സാധിക്കും. ഇത് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. അതേസമയം പ്രമുഖ ബാങ്കായ ദുബായ് ഇസ്ലാമിക് ബാങ്ക് അവരുടെ 25,000-ത്തോളം ഉപഭോക്താക്കൾക്കായി ജൂൺ 30 വരെ നീളുന്ന പ്രത്യേക പദ്ധതിയും പ്രഖ്യാപിച്ചു. കൂടാതെ പേഴ്സണൽ ലോൺ, ഓട്ടോ ലോൺ എന്നിവയുടെ ഇൻസ്റ്റാൾമെന്റുകൾ 3 മാസം വരെ ലാഭവിഹിതമോ ഫീസോ ഇല്ലാതെ മാറ്റിവെക്കാനും സാധിക്കും. എമിറേറ്റ്സ്, NBD, ദുബായ് ഇസ്ലാമിക് ബാങ്ക് എന്നിവർ സീറോ ഫീസ് സ്കൂൾ ഫീസ് പ്ലാനുകളും പ്രഖ്യാപിച്ചു. 6 മാസം വരെ പലിശയോ അധിക ഫീസോ ഇല്ലാതെ സ്കൂൾ ഫീസ് ഗഡുക്കളായി അടയ്ക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. AI മേഖലയിൽ കുതിപ്പിന് തയ്യാറെടുത്ത UAE, US-ഉമായി സഹകരിച്ച് അബുദാബിയിൽ AI ക്യാമ്പസ് നിർമ്മിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ AI ക്യാമ്പസിന്റെ നിർമ്മാണം അബുദാബിയിൽ പുരോഗമിക്കുകയാണെന്നും അത്യാധുനിക AI ചിപ്പുകളുടെ ആദ്യ ബാച്ച് രാജ്യത്ത് എത്തിയതായും അധികൃതർ അറിയിച്ചു. US സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 5 ജിഗാവാട്ട് ശേഷിയുള്ള ക്യൂറ്റൻ ക്യാമ്പസിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിലെ ആദ്യ ഭാഗം ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകും. AI മേഖലയിൽ US സാങ്കേതികവിദ്യയുമായി പൂർണ്ണമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് UAEയുടെ തീരുമാനം. അടുത്ത ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഏകദേശം $1.4 ട്രില്യൺ നിക്ഷേപമാണ് ഈ മേഖലയിൽ UAE ലക്ഷ്യമിടുന്നത്. ഒരു വർഷത്തിനിടെ മാത്രം 30-ലേറെ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളിലും ഒപ്പുവെച്ചത്. സുരക്ഷിതവും സുതാര്യവുമായ രീതിയിൽ AI വിന്യസിക്കുന്നതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.